ദൈവസന്നിധിയിൽ വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനും ദൈവവചനം കേൾക്കാനും ഇടയായത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തുനിന്ന് കർത്താവിൻ്റെ ദാസൻ അതിനെപ്പറ്റി അടിസ്ഥാനപരമായിട്ട് പറയേണ്ട കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തം എങ്ങനെ പ്രാധാന്യം അർഹിക്കുന്നു, അതിനുശേഷം കടന്നു വന്ന ന്യായപ്രമാണത്തിന് ഈ വാഗ്ദത്തങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം നൽകിയതും അതിന് ശേഷം 430 സംവത്സരത്തിന് ശേഷം ലഭിച്ച ന്യായപ്രമാണത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ട് ന്യായപ്രമാണത്തിൻ്റെ ഉപകാരം എന്തായിരുന്നു, അതിൻ്റെ ഉപയോഗം എന്തായിരുന്നു എന്ന് വിവരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അത് അവിടെ പറയപ്പെട്ടത്, ഒരു മനുഷ്യൻ്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നില്ല. അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതിക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ക്രിസ്തുവിനെ കുറിച്ചത്രേ, ഏകനെ കുറിച്ചത്രേ പറഞ്ഞത്. അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന് താല്പര്യമോ, 430 സംവത്സരം കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പുറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശ ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താലല്ല ലഭിച്ചത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. എന്ന് മാത്രമല്ല, ന്യായപ്രമാണത്തിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് അതിൻ്റെ 19-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ നിമിത്തം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല എന്ന് തുടർന്ന് നമ്മൾ കാണുക. അപ്പൊ ന്യായപ്രമാണത്തിന്റെ റോൾ എന്ന് പറയുന്നത് വാഗ്ദത്തം ചെയ്ത സന്തതി വരുന്നത് വരെ ആയിരുന്നു ന്യായപ്രമാണത്തിന്റെ സമയവും കാലവും എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. മാത്രമല്ല, തുടർന്ന് നമ്മൾ കണ്ടത് ന്യായപ്രമാണം ഒരു ശിശുപാലകനായി ഭവിച്ചു എന്ന് പറയുകയും വാഗ്ദത്ത സന്തതി വന്നതിന് ശേഷം വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ ഇനിയും ഇത് വിശ്വാസം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി നാം ശിശുപാലകന് കീഴിലല്ല നാം ഇരിക്കേണ്ടത് എന്നുള്ള സത്യവും പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ അവിടെ വളരെ സിമ്പിളായിട്ടൊരു ഇത് വായിച്ചു. 26-ാം വാക്യം, ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ള സത്യവും, ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അല്ലാതെ അതിലുപരിയായിട്ട് വേറൊരു കർമാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആശ്രയിക്കേണ്ടതില്ല എന്നുള്ള സത്യം വളരെ വ്യക്തമായിട്ട് പൗലോസ് അവിടെ പറയുന്നതും. എന്ന് മാത്രമല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് അവിടെ പറയുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ. അതിനിപ്പം ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ ദൈവവചന പഠനമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഒന്നാമത് ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടുമാണ്. അല്ലാതെ മനുഷ്യരൊക്കെ ബാക്കിയുള്ളവരൊക്കെ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനല്ല. അതുകൊണ്ട് ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പ്രസ്താവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാകുന്നത് കൊണ്ട് ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അവരുടെ ഡോക്ടറിനൽ പൊസിഷനും അവരുടെ സ്റ്റാൻഡും അനുസരിച്ചൊക്കെ ചില കാര്യങ്ങൾ അക്സെപ്റ്റബിൾ ആയിരിക്കും, ചില കാര്യങ്ങൾ അക്സെപ്റ്റബിൾ ആയിരിക്കുകയില്ല എന്ന് വെച്ചിട്ട് നമുക്കത് മാറ്റി പറയാനായിട്ട് കഴിയത്തില്ല എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പഠിക്കാനും വളരെ കുറച്ചു പേരേ വരുന്നുള്ളെങ്കിലും അത് അടിസ്ഥാനപരമായിട്ട് അത് ദൈവവചനത്തിൽ മുന്നേ അടിസ്ഥാനപരമായിട്ട് ദൈവവചനത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആള് കുറവാണെങ്കിലും അതൊരു വിഷയമല്ല എന്നുള്ളത് ദൈവസന്നിധി ഞാൻ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. എപ്പോഴും ആ ഒരു ടീച്ചിങ് പലപ്പോഴും എഫക്റ്റീവായിട്ട് തീരുന്നത് ആൾക്കാർ കുറഞ്ഞിരിക്കുമ്പോഴാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഓൺലൈനും ക്ലബ് ഹൗസും ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ നടക്കുന്ന ബൈബിൾ സ്റ്റഡികളിൽ ആൾ കുറയും തോറും ഇൻ്ററാക്ഷനും കേൾക്കുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്കും ഒക്കെ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും അങ്ങനെ പഠിപ്പിക്കുന്നത് വളരെ ഇഫക്റ്റീവായിട്ട്
തീരുന്നത് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് എല്ലാ അവസ്ഥയ്ക്കായിട്ടും ഞാൻ നന്ദിയോടുകൂടെ ദൈവത്തിനെ സ്തുതിക്കുന്നു. എന്നിട്ട് ഈ വചനത്തിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം 29-ാം വാക്യത്തിൽ, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളും വാഗ്ദത്തപ്രകാരം അവകാശികളും ആകും. നമുക്കറിയാമല്ലോ, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയപ്പെടുന്ന ഒരു സുവിശേഷമുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ സുവിശേഷത്തിന്റെ ആദ്യമായിട്ടുള്ള പ്രാഥമികമായ സ്റ്റെപ്പ് യേശു കർത്താവ് നമ്മുടെ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളായിട്ട് തീരുന്നു എന്നുള്ള വിഷയം. അതിനെ ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് ആത്മരക്ഷ നമ്മൾ പ്രാപിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരികയും ദൈവാത്മാവിന്റെ സഹായത്താൽ ദൈവത്തോട് ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരനുഭവം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അവിടെ തുടങ്ങുക ചെയ്യുന്നത്, ദൈവത്തിന്റെ പദ്ധതി അവിടെ തീരുകയല്ല ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും നമ്മുടെ മാനസിക തലത്തിൽ ദൈവം വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയും ശരീരത്തിന്റെ അനുഭവത്തിൽ കർത്താവിന്റെ വരവിങ്കൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അനുഭവത്തിലാണ് ഈ രക്ഷണ്യവേല വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ ഒരർത്ഥത്തിൽ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പരിപാടി എന്തുവാന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഈ ഭൂമിയിൽ പറയപ്പെട്ടേക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപരമായിട്ട് പഠിച്ചിട്ടുള്ള സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് തന്നെ അറിയാം, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്നുള്ള 3 നിലവാരങ്ങളിൽ ഈ രക്ഷയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ തന്നെ തുടർന്ന് വരുന്ന ഒരു ഭാഗത്തിനും കൂടെ ഉള്ള ഒരു ഇൻട്രഡക്ഷനായിട്ട് ഞാൻ പറയുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ വളരെ പ്രാബല്യത്തിലിരുന്ന ഒരു തത്വശാസ്ത്രമായിരുന്നു ജ്ഞാനമതം എന്ന് പറയുന്നതായിട്ടൊരു തത്വശാസ്ത്രം, നോസ്റ്റിക്സ് എന്ന് പറയും. അവരുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അടിസ്ഥാനപരമായിട്ട് ചില പ്രിൻസിപ്പിൾസ് വെച്ചാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, അതിൻ്റെ ഇൻഫ്ലുവൻസ് ക്രിസ്തീയ സഭകളിലേക്കും 1-ാം നൂറ്റാണ്ട് കാലത്തും 2-ാം നൂറ്റാണ്ടിലും ഏകദേശം 3-ാം നൂറ്റാണ്ട് വരെ അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സഭാചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട്. അവര് അടിസ്ഥാനപരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയം, മാറ്റർ ഈസ് എസെൻഷ്യലി ഈവിൾ. ഈ ലോകത്തിലുള്ള ഈ ദ്രവ്യം അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഈവിളാണ്. ഈ ലോകത്ത് വെച്ച് പൂർണ്ണതയുള്ള ഒരു ആത്മീയ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നും, അത് മാത്രമല്ല ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ നമുക്ക് എത്താൻ കഴിയുകയില്ല എന്നും അവർ പഠിപ്പിച്ചുണ്ട്. മാത്രമല്ല, ശരീരത്തിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ തന്നെ അത് ആത്മാവിനെ ബാധിക്കുകയില്ല, അതുകൊണ്ട് ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വരെ പഠിപ്പിക്കുന്ന ഒരു നിലയിലുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം, 1 യോഹന്നാന്റെ ലേഖനം, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ ഖണ്ഡിതമായിട്ട് യോഹന്നാൻ അപ്പോസ്തലനും അതുപോലെ പൗലോസ് ലീഹായും ചില സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിരിക്കുന്നത് ഈ ഒരു തത്വശാസ്ത്രം ആ സഭകളിലും ആ സഭയിൽ ചില വ്യക്തികൾ ഇങ്ങനെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ദൈവജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി ക്രിസ്തുവിലുള്ള നിർമ്മല സുവിശേഷ സത്യങ്ങളിൽ നിന്നും അതിന്റെ പഥ്യോപദേശത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ലീഹയ്ക്കും യോഹന്നാൻ അപ്പോസ്തലനും അതിനെ ഖണ്ഡിച്ച് എഴുതേണ്ടി വന്നതായിട്ടുള്ള സാഹചര്യം. അപ്പോൾ ഈ ക്രിസ്തീയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മളും ഈ നിലയിൽ ചിന്തിച്ചു പോകുന്നവരായി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ആത്മീയ ശൈശവത്വത്തെക്കുറിച്ചാണ് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ അത് ഒരുപക്ഷെ നമുക്ക് ഈ ആത്മീയ ശൈശവത്വം എന്ന് പറയുമ്പോൾ ഈ ദൈവകൃപ വെളിപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മളത് ചിന്തിക്കുന്നതിലും തെറ്റില്ല എന്ന് എനിക്ക് പലപ്പോഴും ഒരു അഭിപ്രായം തോന്നിയിട്ടുണ്ട്. കാരണം ആത്മീയ പക്വതയിലേക്ക് ഒരു വ്യക്തി വരികയും ഭേദാഭേദങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏതാണ് നെല്ല്, ഏതാണ് പതിര്, ഏതാണ് ഇരുള്, ഏതാണ് വെളിച്ചമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും തപ്പിത്തടയുന്നവരായിട്ട് തീരുന്ന ഒരു ആത്മീയ സാഹചര്യം ആത്മീയ ജീവിതത്തിൽ വളർന്നു വരുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഓരോ സമയങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ
വിഘാതമായിട്ട് അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നതായിട്ട് തീരും. എന്നാൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നിൻ്റെയോ അവസാനമല്ല. ഒരു കൺഫ്യൂഷനിൽ നമ്മൾ പെടുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം ആ കൺഫ്യൂഷനിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് ആരും കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ട് അവരുടെ ചിന്തയും അന്വേഷണവും ഒക്കെ പഠനവും അവസാനിപ്പിച്ച് പോകണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ കൺഫ്യൂഷൻ നമ്മൾ നേരിടുമ്പോൾ അതിനെന്താണ് ദൈവവചനത്തിലെ പ്രസക്തി എന്നും ദൈവവചന പ്രകാരം അതിൻ്റെ ഉത്തരം എന്താണെന്നും നമുക്ക് ദൈവം കാണിച്ചു തരും എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള കൺഫ്യൂഷനിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് ദൈവത്തിന് കൂടുതൽ ഭാവി കാലങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. നോക്കിയാട്ടെ, അപ്പോൾ ആത്മീയ ശൈശവത്വത്തിന്റെ ഒരു ഭാഗം കർത്താവിന്റെ ദാസൻ ഇവിടെ ഓൾറെഡി അത് പറഞ്ഞു. കാല സമ്പൂർണത വന്നപ്പോൾ എന്ന് മാത്രമല്ല, ലോകത്തിന് ആദിപാഠങ്ങളിൽ കീഴ് എന്നുള്ള ചില പദങ്ങൾ. അതുപോലെ തന്നെ വേറൊരു വാക്കും കൂടെ ഞാൻ നിങ്ങളുടെ ഇതിലേക്ക്, വാഗ്ദത്ത പ്രകാരം അവകാശികൾ. ഈ അവകാശികളാണെന്നുള്ളത് ഇവിടെ 1-ാം അതിന്റെ 3:29 വാക്യം, 4:7 വാക്യം, തുടർന്നും ഈ ഭാഗത്ത് ചിലടത്ത് ഉണ്ടെന്ന് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് 2 സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയാണ് പുത്രത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുമ്പോൾ അവകാശത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിലും ഇതേ വാക്യം, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ഹൃദയങ്ങളിൽ ദൈവം തന്നിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്തും അവിടെയും ഈ ഇതേ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നാം പുത്രനെങ്കിലും അവകാശികളുമാകുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുത്രത്വം എന്ന് കാണിക്കുന്നത് അവകാശത്തെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു കാര്യം, നാളെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് ചിന്തിക്കും. ന്യായപ്രമാണത്തിന്റെ കീഴെ പോകാനായിട്ട് ആഗ്രഹിക്കുകയും ന്യായപ്രമാണ പ്രകാരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവര് അവരൊരു പുത്രത്വത്തിലേക്കല്ല കടന്നു വരുന്നത്, അവര് കടന്നു വരുന്നത് ഒരു അടിമത്വത്തിലേക്കാണ് കടന്നു വരുന്നത്, ഒരു സ്ലേവറിയിലേക്കാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം എത്ര ഈ ന്യായപ്രമാണം അനുസരിച്ചാലും ആ ന്യായപ്രമാണ പ്രകാരം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരനുഭവത്തിലും തുടർന്ന് നിത്യമായ നിത്യമരണം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നതായിട്ട് നമ്മൾ ഓൾറെഡി ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണത്താൽ ഒരു പൂർണ്ണത പ്രാപിക്കാനായിട്ട് സാധിക്കയില്ല എന്നുള്ള സത്യവും നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പുത്രത്വം ലഭിക്കുന്നത് വാഗ്ദത്തത്താലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. പുത്രത്വം ലഭിക്കുന്നത് വാഗ്ദത്തം കൊണ്ടാണ്, ന്യായപ്രമാണത്തിന് പ്രവൃത്തി അനുഷ്ഠിക്കുന്നത് കൊണ്ടല്ല. അത് അബ്രഹാമിനോട് ദൈവം ചെയ്ത നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ആ ദൈവം മുൻകൂട്ടി അബ്രഹാമിനോട് പറഞ്ഞ ആ സുവിശേഷം അനുസരിച്ച്, ആ വാഗ്ദത്തം അനുസരിച്ചാണ് പുത്രത്വം ലഭിക്കുന്നത്. ആ പുത്രത്വം ലഭിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, തുടർമാനമായി കാണുന്ന ഒരു ചിന്തയാണ് അത്. പല സമയങ്ങളിലും അത് മറഞ്ഞിരുന്നതാണെങ്കിലും ദൈവം വീണ്ടും വീണ്ടും മനുഷ്യന്റെ മനസാക്ഷിക്ക് മുന്നിൽ അത് പ്രദീപ്തമാക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിഷയം, മനുഷ്യന് സ്വന്തം പ്രയത്നം കൊണ്ട് അവനെ നീതീകരിക്കാൻ കഴിയുകയില്ല എന്നും ദൈവം അവനെ നീതീകരിക്കുമെന്നും, അങ്ങനെ ദൈവം മനുഷ്യനെ സൗജന്യമായി നീതീകരിക്കാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചെന്നും, ഈ പുത്രൻ എന്ന് പറയുന്ന നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവിനെ നമ്മൾ കാണുന്ന ഈ പുത്രന്റെ ദൈവസന്നിധിയുടെ ഐഡന്റിറ്റി തന്നെ നമ്മളെ വീണ്ടെടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നുള്ള നിലയിലാണ് എന്ന് നമുക്ക് ദൈവത്തിന് വചനത്തിൽ നമുക്ക് കാണാനായിട്ട്. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് പുത്രൻ തന്നെ പിതാവിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് തന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് തന്നെ സമർപ്പിച്ചതായിട്ട് നാം കാണും. അപ്പോൾ ദൈവത്തിന്റെ എന്നത്തെയും ആലോചന എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനെ കൊണ്ട് അവന് കഴിയാത്ത തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ട് അവനെ, അല്ലെങ്കിൽ അവന് അസാധ്യമായ ചില കാര്യങ്ങളെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുപോവുക എന്നുള്ളതല്ല. മറിച്ച് അവനെ സൗജന്യമായി നീതീകരിച്ച് ദൈവത്തിന്റെ സ്നേഹവും ദയയും അവനെ ധരിപ്പിച്ച് അവനെ ആ ദൈവത്തിന്റെ ഇറ്റേണലായിട്ടുള്ള ഒരു പർപ്പസിൽ അവനെ നിർത്തുക എന്നുള്ള ഒരു നിലയിലാണ് ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും. കർത്താവിന്റെ ദാസൻ അതിൻ്റെ ചില സൈഡുകൾ പറഞ്ഞു, എനിക്കും മനസ്സിലായതുപോലെ ചില സൈഡ് ഞാനും പറയുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയും അതുപോലെ മോശെ മുഖാന്തരം പ്രമാണം വരികയും ചെയ്തത് നാം കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രമാണത്തിൽ സന്തോഷിച്ച് ഈ പ്രമാണത്തിൽ പ്രകാരം നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കാനും ദൈവികമായിട്ടുള്ള രക്ഷയിൽ എത്തിച്ചേരാനും കഴിയും എന്ന് വിചാരിച്ച ഇസ്രായേൽ ജനത്തിന് അവര് അധിക നാള് അവരുടെ ചരിത്രം മുന്നോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ അവർക്ക് മനസ്സിലായി. നമുക്കറിയാം, ഒരു ദാവീദിന്റെ കാലം വരെ
അല്ലെങ്കിൽ ശലോമോന്റെ കാലം വരെ അവരുടെ രാജ്യവും ആ രാജ്യത്വവും ആ ദൈവരാജ്യത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അഡ്വാൻസ് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും, എന്നാൽ ഈ പ്രിൻസിപ്പിൾസ് ഒന്നും, ഈ പ്രമാണം ഒന്നും അവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാകുകയും അവർ പ്രവാസത്തിലേക്ക് പോവുകയും, അതിനൊക്കെ കർത്താവിന്റെ ദാസൻ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ അദ്ദേഹം പറഞ്ഞു. വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സാമ്രാജ്യത്വങ്ങളും ആ സാമ്രാജ്യത്വങ്ങള് നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ദൈവമക്കളെ അന്ന് അറിയപ്പെട്ടിരുന്ന ജനത്തെ കൊണ്ടുപോവുകയും ഈ ക്രിസ്തു ലോകത്തിൽ ജനിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സദ്വാർത്ത ലോകമെങ്ങും അത് പരക്കാൻ തക്കവണ്ണമുള്ള ഒരു സെറ്റപ്പിലേക്ക് ദൈവം കാര്യങ്ങളെ ചരിത്രത്തിൽ കൊണ്ടുപോയത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. നമ്മൾ മുന്നോട്ട് കാണുമ്പോൾ ന്യായപ്രമാണം ദയനീയമായിട്ട് പരാജയപ്പെടുകയും തുടർന്ന് ദൈവം ഓരോ പ്രവാചകന്മാരെ അയച്ച് ഈ ന്യായപ്രമാണമല്ല അൾട്ടിമേറ്റ്, ഇമ്മാനുവേലായിട്ട് അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും, അതിനുവേണ്ടി ആ മശിഹ തന്നെ അല്ലെങ്കിൽ യഹോവ തന്നെ അതിനുവേണ്ടി ഒരു രക്ഷയുടെ മാർഗം ഒരുക്കും എന്നുള്ളത് യെശയ്യാ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കത്തക്കവണ്ണം അവൻ യാഗമാക്കപ്പെടുന്ന കുഞ്ഞാടായിട്ട് തീരും. അവന്റെ യാഗമുഖാന്തരം അവൻ നമുക്ക് വേണ്ടി അവനെ തന്നെ സമർപ്പിച്ച് നമ്മുടെ പാപങ്ങൾ നമ്മളെ വിടുവിക്കും എന്നുള്ള ആ അർത്ഥത്തിലും, അങ്ങനെ ദൈവസാന്നിധ്യം നമ്മളോടുകൂടെ നിരന്തരം ഇരിക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവത്തിന് നമ്മളെ നടത്താൻ കഴിയുമെന്നും, ഇരമ്യാവില് എസെക്കിയേലില് യഹോവ ശമ്മ, ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ എന്ന് പറയത്തക്കണം, യഹോവ എവിടെ ഉണ്ട്. തുടർന്നുള്ള ഓരോ പ്രവചനങ്ങളിലും അവിടെ ന്യായപ്രമാണത്തിന്റെ സ്ട്രിക്ട്നെസ് അല്ല പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഇനി മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ നേതാക്കന്മാരെ കുറിച്ചും പാസ്റ്റർമാരെ കുറിച്ചും ഒക്കെ അവിടെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എസെക്കിയേലിലും തുടർന്നുള്ള മൈനർ പ്രോഫറ്റ്സിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതെന്താ അതിന്റെ കാരണം എന്നെനിക്ക് ചിന്തിച്ചപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നിയത്, ഇവരെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച വിഷയമെന്ന് പറയുന്നത് പ്രമാണം പിന്നെയും വിശദീകരിച്ചു കൊടുക്കാനല്ല, പ്രമാണം പരാജയപ്പെട്ടിടത്ത് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം തന്റെ മശിഹ വരികയും അവൻ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ എത്ര രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ദയയിലേക്ക് തിരിയണമെന്നാണ് സത്യത്തിൽ ഇവർ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ അവരങ്ങനെ കൊടുക്കാതെ അവർ പിന്നെയും പ്രമാണം കൂടുതൽ അത് കഠിനമാക്കുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് കടന്നു വരുന്നത്. നമുക്കറിയാമല്ലോ, 10 കൽപ്പനയാണ് കൊടുത്തതെങ്കിൽ ആവർത്തന പുസ്തകം അവസാനം വരുമ്പം 613 കൽപ്പനയായിട്ടും തുടർന്ന് എനിക്ക് തോന്നുന്ന ആ കൽപ്പനകൾ ഇങ്ങനെ അതിന്റെ ഓരോ സെറ്റപ്പുകൾ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്കറിയത്തില്ല ആവർത്തന പുസ്തകത്തിൽ 613 ആയോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് റെഫർ ചെയ്യണം. പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെ അവർ ഇന്റർപ്രറ്റ് ചെയ്ത് ദൈവം എന്താണോ ഉദ്ദേശിച്ചത്, ദൈവം തന്റെ കൽപ്പനകൾ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിനോട് പുലബന്ധം പോലും ഇല്ലാത്ത നിലയിലുള്ള ചില പ്രായോഗിക കൽപ്പനകളും തീരുമാനങ്ങളും ആണ് ദൈവം അല്ലെങ്കിൽ അവിടെ ഈ പരീശന്മാര് ശാസ്ത്രിമാര് ഒക്കെ കൊടുക്കാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്കറിയാം. ഒരു വ്യക്തിയെ അവൻ അടിസ്ഥാനപരമായിട്ട് പാപിയാണെന്നും അവന് ദൈവത്തിന്റെ കൃപയാലുള്ള രക്ഷ ആവശ്യമാണെന്നും ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തക്കവണ്ണം കൊടുക്കപ്പെട്ട പ്രമാണങ്ങളെ ഇച്ചിരി കട്ടിയാണെങ്കിലും ഇതൊക്കെ ആചരിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആചരിച്ചു എന്നുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് കടന്നു വരാനും, നിങ്ങൾ ഇതൊക്കെ പ്രമാണിച്ചു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു നിലയിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ള ഒരു ഫാൾസ് ഇംപ്രഷനാ ഈ ഇന്റർപ്രറ്റ് ചെയ്തവര് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ പാതകം. ദൈവിക വെളിപ്പാട് ഇതിലേക്ക് വരേണ്ടതിന് പകരം മാനുഷകൽപ്പനകളായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ പറയുകയും ദൈവത്തിന്റെ വെളിപ്പാടിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ഭാവനകൾ അതിൽ കുത്തി നിറച്ചു. ഒരിക്കലും അത് ഫോളോ ചെയ്യുന്ന ഒരുത്തന് ദൈവത്തെങ്കിലേക്ക് എത്താനോ ദൈവിക വെളിപ്പാടുകളിലേക്ക് എത്താനോ, അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ പാപിയാണെന്നും ആ പാപിയായ മനുഷ്യന് ദൈവത്തിന്റെ സൗജന്യമായ വീണ്ടെടുപ്പ് വേണം എന്ന് ഇതുമൂലം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചെങ്കിൽ അത് അറിയാൻ കഴിയാത്തൊരു നിലവാരത്തിലേക്ക് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസും കാര്യങ്ങളും കൊണ്ട് എത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നോക്കണമേ എന്ന് പറഞ്ഞതുപോലുള്ള അനുഭവമാണ് ഈ ഗലാത്യ സഭയിൽ ഇപ്പൊ നടക്കുന്നത്. കർത്താവ് എന്താണോ പറഞ്ഞത്, അപ്പോസ്തലന്മാർ എന്താണോ പറഞ്ഞത്, അതിനെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഇന്റർപ്രറ്റ് ചെയ്ത് ചില ഉപകൽപ്പനകളാക്കി അതിനെ ജീവനില്ലാത്തതാക്കിയതുപോലെ ഇതിനോട് ചേർന്ന് കുറെ കുറെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്.
അന്ന് പണ്ട് കാലത്ത് മോശയുടെ പ്രമാണത്തെ ചെയ്തതുപോലെ തന്നെ അതിന് ഇവിടെ ആക്കി തീർത്ത് ഇതിനെ ജീവനില്ലാത്ത വെറും കർമ്മങ്ങളും ആചാരങ്ങളുമാകുന്ന ഒരു മതസംഹിതയാക്കി മാറ്റാനും ജീവനുള്ള ദൈവവുമായിട്ട് ജീവനുള്ള ദൈവവുമായിട്ട് ആത്മാവിൽ സജീവമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അനുഭവം അല്ലാതെ ചില മതകർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചുള്ള സംതൃപ്തി നേടുന്ന ഒരു നിലവാരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇവിടെ കാണും. അപ്പോൾ ഞാൻ ആ കാലസമ്പൂർണതയെ പറ്റി പറയുക. ദൈവം ഉദ്ദേശിച്ച കാലസമ്പൂർണത എന്ന് പറയുന്നത് ഈ പ്രമാണം കൊണ്ട് ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് മനുഷ്യൻ അത് നൽകപ്പെട്ടവർക്ക് മനസ്സിലാകുകയും അവർ ആവലോടെ ആ മശീഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ചരിത്രത്തിലെ ഒരു സന്ദിഗ്ധ ഘട്ടം യേശുക്രിസ്തുവിന്റെ സമയത്ത് ഉണ്ടായി അല്ലെങ്കിൽ സംജാതമായി എന്ന് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. കർത്താവേ, നീ വന്നിട്ടല്ലാതെ ഞങ്ങൾക്ക് വിടുതലില്ല എന്ന് അവർ കരയുന്ന ഒരു നിലവാരത്തിലേക്ക് അവരുടെ ഒന്നുമില്ലായ്മ തിരിച്ചറിയുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് വിശ്വാസത്താൽ അതിനുവേണ്ടി കാത്തിരുന്നവര് അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ശിമയോന്റെയും ഹന്ന പ്രവാചകയുടെയും ഒക്കെ ആ അനുഭവത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനതിൽ അധിക നേരം നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കിയാട്ടെ, രണ്ടാമത് അവിടെ പറഞ്ഞേക്കുന്നത് ലോകത്തിന് ആദിപാഠങ്ങൾ കീഴ്പ്പെട്ടിരുന്നു എന്നാ പറയുന്നത്. ഈ ആദിപാഠങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ, ഇപ്പം ഒരാൾ, എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് എൻ്റെ മോൻ വരിക, ഇച്ചിരി തുളുമ്പി താഴെ വീണുപോയി. എടാ, ഗ്ലാസ് നേരെ പിടിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലേ? അതിപ്പോൾ ഈ 40 വർഷം ഈ വേദപുസ്തകം വായിച്ച എനിക്കും ഒരു വേദപുസ്തകത്തെ പറ്റി ഒരു പരിജ്ഞാനമില്ലാത്ത വേറൊരുത്തനും ഇത് തന്നെ പറയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ വേറൊരു നിലയിൽ പറഞ്ഞാൽ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യണം ചെയ്യരുത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കൽപ്പനകൾ. ഞങ്ങൾ ഈ മാത്സിലൊക്കെ പിന്നെ അബ്രഹാം പാസ്റ്റർ മാത്സ് പറഞ്ഞപ്പോൾ എനിക്കും എൻ്റെ തലയിൽ ഒരിച്ചിരി മാത്സ് കയറി. കാരണം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ്. എന്നാലും ഞാൻ പറയുക, ഞങ്ങൾ ഈ ഇതൊക്കെ പഠിക്കുമ്പം, ഈ ജോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും, അത് സ്ട്രെയിറ്റ് ലൈനാണ്. എന്നാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കർവ്, ഒരു പരാബോള ആയിരിക്കാം, ഒരു സർക്കിൾ ആയിരിക്കാം, മറ്റു പലതും ആയിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്ന് പറയുന്നത് പോലെ ഈ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ഒറ്റ വാക്കി ഞാൻ ഉത്തരം പറയാം. വിശദീകരിക്കാനാണെങ്കിൽ കുറേ വിശദീകരിക്കാനുണ്ട്. മനുഷ്യൻ പാപിയാണെന്നും പാപ സ്വഭാവം അവൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവന് ദൈവിക പ്രമാണങ്ങൾ നിവർത്തിക്കാൻ കഴിയാത്തതും എന്നറിയാതെ ഉപദേശിക്കുന്ന ഉപദേശം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. മനുഷ്യന് നന്മ എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല മനുഷ്യൻ നന്മ ചെയ്യാത്തത്, മറിച്ച് നന്മ ചെയ്യാനുള്ള ശക്തി അവനിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവന് നന്മ ചെയ്യാൻ കഴിയാത്തത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിന് സാധിപ്പാൻ. ന്യായപ്രമാണം പോലും ശ്രേഷ്ഠമായിരുന്നു, ആത്മീയമായിരുന്നു. എന്നാൽ അതിന് നിവർത്തിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഉള്ളിൽ പാപ സ്വഭാവം വസിച്ചിരുന്നത് കൊണ്ട് ആണ് ഈ പാപ സ്വഭാവം എന്ന് പറയുന്ന സംഗതിയെ ഡീല് ചെയ്യാത്ത വിടുന്നിടത്തോളം കാലം ഒരു വ്യക്തിക്കും പൂർണ്ണതയിലെത്താനായിട്ട് കഴിയത്തില്ല, ഒരു പ്രമാണം ലഭിച്ചവനും കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ റോമാലേഖനം പഠിച്ചപ്പം നമ്മൾ ചിന്തിക്കാൻ ഇടയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ പാപ സ്വഭാവത്തെ മാറ്റുക എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ, പാപ സ്വഭാവത്തെ ജയിച്ച് ഒരു വിശുദ്ധനായി തീരുക എന്നുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ ഈ ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും നമ്മളെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ തന്നെ 2 സ്ഥലങ്ങളിൽ ആദിപാഠങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4:4 അതുപോലെ തന്നെ 4:9. 4:9 പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് കീഴ്പ്പെട്ട് ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലുണ്ടായിരുന്ന ചില കൽപ്പനകളാണ്. ഇവര് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്, എങ്കിലും അവരാ യഹൂദന്മാരുടെ പാരമ്പര്യം ആചരിക്കണമെന്ന് ഈ ജൂഡൈസേഴ്സ് അവരെ പ്രബോധിപ്പിച്ചത് നിമിത്തം ഇതുപോലുള്ള പഴയ നിയമത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് അവർ തിരിയുകയാണ് അർത്ഥമില്ലാതെ. അപ്പോൾ ഇത് കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന എന്നാന്ന് വെച്ചാൽ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരാരെന്നുള്ളതല്ല എൻ്റെ വിഷയം, എത്ര പേര് വരുന്നെന്നുള്ളതുമല്ല എൻ്റെ വിഷയം. ഒരാളിരുന്നാലും ഞാൻ ഇതുപോലെ തന്നെ പ്രസംഗിക്കും, അതിൽ യാതൊരു സംശയവുമില്ല.
കാരണം ഇപ്പൊ ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന കൂട്ടായ്മകളുണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാരൊന്നും ഉള്ളവരല്ല. എന്നാൽ ഉള്ളവരെ എല്ലാം എന്ത് ചെയ്യുമെന്നറിയാവോ? ക്രിസ്തുവിൽ അവൻ തികഞ്ഞവനായി നിർത്തേണ്ടതിന് വേണ്ടി സകല ശക്തിയോടും കൂടെ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരാളെ കിട്ടിയാൽ പോലും അതുപോലെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ചോദിക്കും, എന്തിനാ പാസ്റ്റർ ഇതെല്ലാം വലിച്ചെടുത്തുകൊണ്ട് രാവിലെ വരുന്നത് എന്ന് ചോദിക്കും. നമുക്കറിയാം, കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം അതിന്റെ 1:27 നമ്മൾ വായിക്കുന്നു. ഞാൻ ഓൾറെഡി അതിന്റെ പശ്ചാത്തലവും അതിന്റെ നോസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടും ഞാനത് പറയാനിടയായി തീർന്നു. അപ്പൊ അവര് ഖണ്ഡിതമായിട്ട് പറയുന്ന കാര്യം, ഒരു വിശുദ്ധ ജീവിതം നമുക്ക് സാധ്യമല്ല, നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവരോട് പറയുകയാണ്, ഇത് മനുഷ്യന്റെ പാപ സ്വഭാവം അവന്റെ ഉള്ളിൽ വെച്ച് ആ പാപ സ്വഭാവത്തിന് നീക്കം വരാതെ പുറത്ത് ഓയിൻമെന്റ് തേക്കുന്ന പരിപാടിയല്ല ക്രിസ്തുവിന്റെ സുവിശേഷം. പുറത്തൊരു ലേപനം തേച്ച് അതിനെ വിടുന്ന പരിപാടിയല്ല ക്രിസ്തുവിന്റെ സുവിശേഷം. ആ ക്രിസ്തുവിന്റെ സുവിശേഷം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ സുവിശേഷം. അപ്പോൾ എവിടെ പാപ സ്വഭാവം ഇരിക്കുന്നുവോ ആ പാപ സ്വഭാവം ഇരിക്കുന്ന അതിന്റെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ കർത്താവ് കടന്നു വരികയും പ്രവർത്തിക്കുകയും ഈ പാപ സ്വഭാവത്തെ അപ്രൂട്ട് ചെയ്യാനായിട്ട് പിഴുതെടുക്കുന്ന ഒരു നിലയിലേക്ക്, ഒറ്റ നിമിഷം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, രക്ഷിക്കപ്പെട്ടെന്നോ സ്നാനപ്പെട്ടെന്നോ വെച്ചത് ഈ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. എന്നാൽ അതിനുള്ള തുടക്കം എൻ്റെ ഉള്ളിലായി എന്നുള്ളത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ഈ പാപ സ്വഭാവത്തെ കൂടെ ഡീൽ ചെയ്യുന്ന വിഷയമാണ് സുവിശേഷം. കേവലം പാപക്ഷമ മാത്രമല്ല, പാപ സ്വഭാവത്തെയും കൂടെ ഡീൽ ചെയ്യുന്നതാ. അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അന്നത്തെ ഫിലോസഫേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പൗലോസ് അവിടെ പറയുകയാണ്, ഈ പ്രാഥമിക പാഠങ്ങൾ വെച്ചിട്ടല്ല ഒരു ക്രിസ്ത്യാനി വിശുദ്ധനായിട്ട് തീരുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ദൈവീക വിശുദ്ധിയിലേക്ക് പോകാനുള്ള വഴി, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ വിശുദ്ധനായി തീർന്നു. നമ്മൾ സാധാരണ പറയുന്ന പോലെ ബീഡി വലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, മറ്റു ചില കാര്യങ്ങൾ, എണ്ണപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശുദ്ധനായി തീർന്നു എന്നുള്ള നിലയിലാണ് പലരും അതിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ധരിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശുദ്ധി അതല്ല. ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയാൻ, ഞാൻ ഇടയ്ക്കെങ്ങാനും പറയാൻ മറന്നുപോയാൽ അവസാനം പറയേണ്ട ഡയലോഗ് ഞാൻ ആദ്യമേ പറയുകയാണ്. ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന അനുഭവത്തിലാണ് ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിലല്ല, അതൊരു സെക്കൻഡ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ഓഫ് ദൈവത്തിന്റെ ചിന്തയാണ്. കർത്താവിന്റെ ദാസൻ നേരത്തെ പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മുടെ ഇതിൽ നിന്ന് വിടുവിക്കുന്നത്. എന്നെ തന്നെ മരിച്ചവനായിട്ട് എണ്ണാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായിട്ട് എണ്ണുകയും ചെയ്യുന്നത് അവന്റെ സ്നേഹത്തിന്റെ നിർബന്ധം കൊണ്ടാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:14 ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞ വാക്യം ഒരിക്കൽ കൂടെ പറയുക. അവിടെ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. എന്തൊരു വാക്യമാണെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അവന്റെ സ്നേഹത്തിൽ കർത്താവ് യേശുവിലേക്ക് വന്ന് അവന്റെ സ്നേഹം മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് പിന്നെയും പാപത്തെ സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലല്ല, അവനോട് കൂടെ ഞാൻ മരിച്ചിരിക്കാൻ ഇനി ഞാൻ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ റോമർ ലേഖനത്തിൽ വായിച്ചതുപോലെ ഉള്ള ഒരു ചോദ്യമാണ് അവന്റെ മനസാക്ഷിക്ക് മുന്നിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാണ്, അതിന്റെ 2:2 നമുക്ക് കാണാൻ കഴിയും, അങ്ങനെ സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് അവിടെ പറയുക. അപ്പം ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ വ്യക്തമല്ല. എന്നാൽ തന്നെ അവിടെ പറയുകയാണ്, സഭയെന്നുള്ള നിലയിലുള്ള ഒരു ഐക്യം, ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഐക്യം, ഹൃദയങ്ങൾ അങ്ങനെ ക്രിസ്തുവുമായിട്ട് ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നും. അതിന്റെ 2:20 ഓൾറെഡി എനിക്ക് തോന്നുന്നു കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞെന്ന് തോന്നുന്നു. 2:20 നിങ്ങൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ, അതിന്റെ അർത്ഥം നമുക്കറിയാം, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ. അപ്പൊ ക്രിസ്തുവിനോട് കൂടെയുള്ള മരണം, അവന്റെ മരണത്തിലുള്ള ഐക്യതയാ ഒരു ദൈവവൈതലിനെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത്. അല്ലാതെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ടു, എൻ്റെ ശരീരത്തെ കുറച്ച് ദണ്ണിപ്പിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഉപവാസം എടുത്ത് അതിനെ ഇത് ചെയ്തു. ഉപവാസം എടുത്ത് ക്രിസ്തുവിൽ വസിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ക്രിസ്തുവിനുള്ള കൂട്ടായ്മയെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നതിനെ എതിർത്ത് ഞാൻ പറയുന്നത്. ചിലർ പറയാറുണ്ട്, ഫുഡ് കൂടുതൽ കഴിച്ചത് കൊണ്ടാ. ഇപ്പൊ ഈ ഫുഡ് കഴിക്കുകയോ ഫുഡ് കഴിക്കാതിരിക്കുകയോ ഒന്നും ഇതിന് ഒരു വിഷയമുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ പറഞ്ഞ ഭാഗത്ത് തന്നെ അത് എഴുതിയിട്ടുണ്ട്. അത് വളരെ നമ്മൾ കുറിക്കൊള്ളേണ്ട
കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. അത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങളും അനുസാരമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നീ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. അത് സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. അടുത്ത വാക്യം നെഞ്ചത്തടിക്കുന്ന പോലുള്ള വാക്യം, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുറച്ച് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇന്ന ഫുഡ് കഴിക്കണം, ഇന്നത് കഴിക്കരുത് എന്നൊക്കെയുള്ള കൺസിഡറേഷൻസ് ഒന്നും ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ ഇത് പ്രയോജനമുള്ളതല്ല. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. നമ്മളിന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു ബലഹീനത കണ്ടെത്തി, നമ്മുടെ ഒരു ചിന്തയിലുള്ള കുറവ് കണ്ടെത്തി അതിന് മറുമരുന്നായിട്ട് എവിടുന്നെങ്കിലും ചില സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾസും സ്ട്രിക്റ്റ് വാക്യമൊക്കെ എടുത്ത് നമ്മൾ മനസ്സിൽ കരുതും. എന്നാൽ ഈ അതിൽ തന്നെ ഇതിന് പൂർണ്ണതയുള്ളതല്ല. കാരണം എന്തെങ്കിലും സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾസ് അല്ല നമ്മൾ ലാക്ക് ചെയ്യുന്നത്. നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും ആ ക്രിസ്തുവിന്റെ മരണ അടക്കം പുനരുത്ഥാനങ്ങളിൽ നമ്മൾ ഏകീഭവിക്കുകയും അവന്റെ സ്നേഹത്തിന്റെ നിറവിലേക്ക് നമ്മൾ കടന്നു വരികയുമാണ്. നമ്മൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ണിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നും പറഞ്ഞ് ഞാൻ പണ്ട് ചോദിച്ചപ്പം എൻ്റെ ഉപദേശി എന്നോട് പറഞ്ഞത്, ആ ക്രൂശിതനായ കർത്താവ് ക്രൂശിൽ കിടക്കുകയും അവന്റെ കണ്ണ്, സജീവമായിരുന്ന കണ്ണ് അത് അനക്കമില്ലാത്തതായി തീരുകയും ചെയ്തതായിട്ട് അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു ദർശനത്തെപ്പറ്റി. അപ്പോൾ നമ്മളെ തന്നെ ആ കർത്താവിന്റെ ക്രൂശിൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായിട്ട് കണ്ട് ആ സ്നേഹത്തിൽ നമ്മളെ തന്നെ അവന്റെ ആ ക്രൂശിൽ നമ്മളെയും കാണുമ്പോഴാണ് ആ ക്രിസ്തീയ വിശുദ്ധിയുടെ നിറവിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അല്ലാതെ ഒരു പ്രമാണത്തിന്റെയോ വേറെ ഏതെങ്കിലും നിലയിലുള്ള നിർബന്ധം കൊണ്ടല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഈ വിശുദ്ധ ജീവിതം സാധ്യമല്ല എന്ന് പറയുമ്പോൾ പൗലോസ് ഇവിടെ തന്നെ പറയുന്നത്, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ സമ്പൂർണരായിരിക്കുന്നു. എത്ര കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്, യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. നിങ്ങൾ സമ്പൂർണരായിരിക്കുന്നു. എനിക്ക് 2:9 പറയുന്നത്. അവനില്ലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇത് നമുക്ക് വേറൊരു സമയത്ത് കൊളോസ്യ ലേഖനം പഠിക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേഖനമാണ് കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേഖനം. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, മരിച്ചു എങ്കിൽ. അപ്പൊ ക്രിസ്തുവിന്റെ മരണമാ നമ്മളെ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പാപ സ്വഭാവത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നത്, പാപ സ്വഭാവത്തെ ജയിക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്നത്. അല്ലാതെ ലോകപ്രകാരമുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ല, കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് അല്ല, നമ്മുടെ സ്വന്തം ഡിസിപ്ലിൻ അല്ല. കാൽവരി ക്രൂശിൽ അവൻ മരിച്ചപ്പോൾ അവൻ നമ്മളെയും ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. അത് വിശ്വസിക്കുകയും അതിന് ആ വിശുദ്ധി നമ്മളിൽ പ്രായോഗികമാകത്തക്കവണ്ണം വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിക്കുമ്പോഴാണ് ആ ക്രിസ്തീയ വിശുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക. അത് കേവലം ബാഹ്യമായൊരു വിശുദ്ധി അല്ല, നമ്മുടെ ചിന്തയിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ പോലും കർത്താവിനെ പോലെ ആയിത്തീരുന്നതായിട്ടുള്ള അനുഭവമാണ് ക്രിസ്തീയ വിശുദ്ധി എന്ന് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പല നിലകളിൽ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചിന്തിക്കാനായിട്ട് കഴിയും. കർത്താവിദാസൻ അത് പറഞ്ഞു. എനിക്ക് വചനം പഠിച്ചിട്ടുള്ളപ്പം എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ളത്, ഹൃദയത്തിൽ പാപസ്വഭാവം ഉണ്ട് എന്നുള്ള കാര്യം പരിഗണിക്കാതെ ബാഹ്യമായി നൽകുന്ന കുറെ സാരോപദേശങ്ങൾ തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. ചിലർ സാരോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരോട് അങ്ങനെ അന്യഥാ ഉപദേശിക്കരുത് പറയേണ്ടതിന് നീ അവിടെ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ വാക്കുകൾ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. അതാ പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പോയാൽ പിന്നെ അതിന്റെ പുറകെ അങ്ങ് പോകും. ഇതൊക്കെ വിവരിക്കേണ്ട നിലയിൽ വിവരിച്ചില്ലെങ്കിൽ അത് പകുതി സംശയമായിട്ട് കിടക്കും. അതും ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പലപ്പോഴും വിവരിക്കാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ ക്രിസ്തീയ വിശുദ്ധി, ലോകത്തിന്റെ ആദിപാഠങ്ങൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ക്രിസ്തീയ വിശുദ്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട്, കാലസമ്പൂർണതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട്. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ഈ ദിവസങ്ങളിൽ വളരാനും എന്ന് മാത്രമല്ല,
ഇതൊന്നും വേണ്ട, ഇങ്ങനെയുള്ള ആചരണങ്ങളും ദിവസങ്ങളും ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവർ ഇപ്പൊ പറയുക എന്നാൽ കുറച്ചായാലും കൊള്ളാം. നമുക്കറിയാലോ, ഒരുത്തൻ ബലഹീന വിശ്വാസി എന്ന് അവനെ വചനം പറയുന്നത് ചില ദിവസങ്ങളെ ആചരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തടയേണ്ട, അവൻ ആചരിച്ചോട്ടെ എന്ന് റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്നും എന്തിനാ ബലഹീന വിശ്വാസിയായിട്ടിരിക്കുന്നത്. നമുക്ക് ഈ മാത്രമല്ല അതൊരു റിലീജിയസ് കസ്റ്റമാന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകും, ചില ദൈവനീതി അതിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള നിലയ്ക്ക് അതിനെ ആചരിച്ചാൽ നമ്മൾ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. കാരണം ഞാൻ കൃപയാൽ രക്ഷ പ്രാപിച്ച ഒരു പാപിയാണ്, എനിക്ക് പ്രശംസിക്കാനായിട്ടൊന്നുമില്ല, അങ്ങനെയാണ് ഞാൻ കടന്നു വന്നത്, ഇന്നും ഞാൻ അങ്ങനെ തന്നെയായിരിക്കുന്നത്. എൻ്റെ മരണം വരെയും ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കുള്ള ആറ്റിറ്റ്യൂഡ്, എത്ര ശ്രേഷ്ഠകരമായ കാര്യം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യാൻ ഇടവന്നാലും എനിക്ക് അവന്റെ സന്നിധിയിലുള്ള നിൽപ്പെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട, കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപി എന്നുള്ളതല്ലാതെ വേറൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഉപദേശമാണ് ക്രിസ്തീയ ഉപദേശം. ഇത് എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലുള്ള ആദിപാഠങ്ങൾ സംബന്ധിച്ചായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതിൽ നിൽക്കത്തില്ലായിരുന്നു, നമ്മളൊക്കെ ഇത് ഇട്ടിട്ട് പോയേനെ. അതായത് ക്രിസ്തു എന്ന് പറയുന്ന ഈ ദൈവമർമ്മത്തിൽ അലിഞ്ഞു ചേരാനും ഈ ദൈവമർമ്മത്തിൽ ഒന്നായി തീരാനും അവന്റെ മരണപുനരുത്ഥാനങ്ങളിൽ പങ്കാളിയായി ക്രിസ്തുവിലായിരിക്കാനായിട്ട് ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിന്തിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ.